ചന്ദ്രയും വർഷയും ശ്രുതിയും കൂടിയിട്ട് അവിടെ ഇരുന്ന് പച്ചക്കറികൾ ഇങ്ങനെ അരിയാണ് കേട്ടോ. കുറേ പച്ചക്കറികൾ ഉണ്ടാവും അരിയാൻ. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് ചോദിക്കും, ഇതുവരെ കഴിഞ്ഞില്ലേ, കുറേ നേരമായല്ലോ നിങ്ങൾ അരിയാൻ തുടങ്ങിയിട്ട് എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഞങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്തിരി വൈകും, അതൊക്കെ കാക്കാൻ പറ്റുമോ ഇരുന്നാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛമ്മ ചോദിക്കും, ഇതൊക്കെ നമ്മുടെ രേവതി ഒറ്റയ്ക്കല്ലേ ചെയ്തു തരുന്നത്, അപ്പോൾ അവളെങ്ങനെ ചെയ്തു തരുന്നത് ചോദിക്കും. അതുകൊണ്ടല്ലേ ഇതൊക്കെ അവളോട് ചെയ്യാൻ ഞാൻ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താ അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് 3 പേർക്കും ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്ര ആണെങ്കിലും സമയം എടുത്തു, നിങ്ങൾ തന്നെ അത് ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ഇരുന്ന് ചിരിക്കും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ രേവതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇളയച്ചൻ ഇത് അരിയുന്നത് കാണുമ്പോൾ ചെറിയച്ചൻ പറയാണ്, ഇങ്ങനെയൊന്നും അല്ല അരിയേണ്ടത്, ഇങ്ങോട്ട് തായോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറയും കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, നിങ്ങളിതൊന്നും ചെയ്യണ്ട, നിങ്ങളവിടെ പോയി റെസ്റ്റ് എടുത്തോ, നിങ്ങളിതൊന്നും ചെയ്യണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ അല്ല എനിക്ക് ചെയ്യണം എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ രവി പറയും, നീ അങ്ങോട്ട് മാറി ചന്ദ്ര, ആൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളാണെങ്കിൽ ചിക്കൻ വെട്ടിക്കൂട്ടണ പോലെ വെട്ടിക്കൂട്ടുക. ആകെ മൊത്തം അവിടെയൊക്കെ പറന്ന് നടക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി വേഗം തന്നെ ഇയാളെ വിളിച്ചു കൊണ്ട് പോവുകയാണ് റൂമിലേക്ക്. എന്നിട്ട് കുറേ ചീത്ത പറയും കേട്ടോ, നിങ്ങളെന്ത് പൊട്ടനാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ നല്ല സംശയം തോന്നുന്നുണ്ട്, ഇയാൾക്ക് എന്തോ കുരുത്തക്കേടുണ്ടല്ലോ.